ഇപ്പോൾ നമ്മളോടൊപ്പം ആന്റണി രാജു ടെലിഫോൺ ലൈനിലുണ്ട്. ഇപ്പോൾ ശ്രീ രാജു പി നായർ അങ്ങ് പറഞ്ഞതിന് കേട്ട് അതിനോട് പ്രതികരിക്കാൻ അദ്ദേഹം വന്നിരിക്കുകയാണ്. ശ്രീ ആന്റണി രാജു, അങ്ങേക്ക് പറയാം. അതെ സ്മൃതി, ഞാൻ ഈ ചർച്ച കേൾക്കുമ്പോൾ ശ്രീ രാജു പി നായർ കോൺഗ്രസിന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം ഞാൻ ആ ചർച്ചയിലില്ലാത്ത എന്നെ കുറിച്ച് ഞാൻ ഈ അതിജീവിതക്കെതിരെയുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള ആളാണ്. പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്നതൊക്കെ ശുദ്ധ അസംബന്ധവും നുണയും പച്ചക്കള്ളമല്ലേ പറയുന്നത്. ഇങ്ങനെ ഒരു ചാനൽ വന്നിരുന്നു ആ ചർച്ചയിൽ പോലും പങ്കെടുക്കാത്ത ഒരാളെ കുറിച്ച് ഞാൻ എതിരായിട്ട് പറഞ്ഞു എന്നല്ല, എവിടെയെങ്കിലും പറയട്ടെ, അദ്ദേഹം തെളിയിക്കട്ടെ. എന്റെ ഒരു ബൈറ്റ്, എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, എന്റെ ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിക്കട്ടെ, തെളിയിക്കട്ടെ. ഒരു വാർത്ത കാണിക്കട്ടെ ഞാൻ പറഞ്ഞതായിട്ട്. ശ്രീ ആന്റണി രാജു ഒന്ന് കേൾക്കൂ. അങ്ങേക്കെതിരെ എന്തുകൊണ്ടാണ് ശ്രീ രാജു പി നായർ പറഞ്ഞതെന്ന് കേൾക്കാമല്ലോ. പറഞ്ഞോളൂ ശ്രീ രാജു പി നായർ. അല്ല, 2022 അതിജീവിത ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുള്ളതും തനിക്ക് നീതി നിഷേധിക്കപ്പെടുമെന്നുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോ, ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോ EP ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ, ആന്റണി രാജു ഈ 3 പേരും അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ വാർത്ത അയച്ചുതരാം. ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. രാജു പി നായർ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അത് ശരിയല്ല. അദ്ദേഹം ഒരു പത്രവാർത്തയാണ് വായിച്ചത്. ശ്രീ ആന്റണി രാജു, ഞാൻ ആ വാർത്ത എടുത്ത് എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ബൈറ്റ് കാണിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കട്ടെ. ചുമ്മാ അദ്ദേഹം എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വിടുന്നൊരു സെന്റൻസ് എടുത്ത് വായിച്ചാൽ അത് എന്റെ ബൈറ്റോ എന്റെ സെന്റൻസോ എന്റെ സ്റ്റേറ്റ്മെന്റോ കാണിക്കട്ടെ. അങ്ങനെന്തായാലും ഞാൻ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു, പിന്നെ ബൈറ്റായി, പിന്നെ ആരോ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് തന്നെ വളരെ അദ്ദേഹം അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള മനസ്സിലാക്കി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കണം, എന്റെ കാണിക്കും നിങ്ങൾ. ചുമ്മാ കേരളത്തിലെ ക്രെഡിബിൾ ആയിട്ടുള്ള പത്രങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് വാർത്ത ചെയ്തിട്ടുണ്ട്. ആ വാർത്ത ഞാൻ കാണിച്ചു. രാജു പി നായർ ശരിയല്ല. നിങ്ങൾ 100% ഞാൻ അങ്ങനെ 2022 മാധ്യമത്തിനെതിരെ നിങ്ങൾ കേസ്. ശരി ശ്രീ രാജു പി നായർ, ഒരു മിനിറ്റ്. 2022 അതിജീവിത ശരി, അങ്ങനെയാണെങ്കിൽ അത് ഉത്തരവാദിത്വം കുറച്ചുകൂടിയുള്ള ചുമതലയുള്ള ഘട്ടമാണല്ലോ. അപ്പോൾ അന്നങ്ങ് ആ വിഷയത്തിലെടുത്ത നിലപാടും പുറത്ത് നടത്തിയ പ്രതികരണവും എന്തായിരുന്നു? ഞാൻ ഈ വിഷയത്തെ പ്രതികരിച്ചിട്ടേ ഇല്ലല്ലോ. ഒരു ചോദ്യത്തിന് പോലും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഈ വിഷയത്തെ പ്രതികരിച്ചിട്ടേ ഇല്ല. ശരി, അന്നത്തെ പത്രവാർത്തയെ ഉദ്ധരിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. ശരി, വളരെ നന്ദി ശ്രീ ആന്റണി രാജു. ശരി, അങ്ങ് അത് നിഷേധിക്കുന്നു. ശരി. Debate with Smriti Parathikkad.